കൂട്ടുകാരെ, നമുക്ക് മലയാളം തുടർന്ന് പഠിക്കാം. അക്ഷരം ഉ. The next letter is U. നിങ്ങൾക്കറിയാമോ, ഊ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളിൽ പലതും ഭക്ഷണവുമായി ബന്ധപ്പെട്ടവയാണ്. ഉള്ളി, ഉരുളക്കിഴങ്ങ് നമ്മുടെ അടുക്കളയിലെ സാധാരണ പച്ചക്കറികളല്ലേ? Did you know many words starting with U are related to food like ulli, onion and urulakidangu, potato? Both are common veggies in our kitchen. Ulli means onion. Urulakidangu means potato. Urakam means sleep. Uppa means salt. കൂട്ടുകാരെ, നമുക്ക് ഊ ഉപയോഗിച്ച് ഒരു വാക്യമുണ്ടാക്കാം. Let's make a sentence using ഊ. ഉള്ളി അരിയുമ്പോൾ കണ്ണുനീർ വരും. Tears come when chopping onion. അടുത്ത അക്ഷരം ഊ. The next letter is ഊ. നിങ്ങൾക്കറിയാമോ, ഊ വളരെ കുറച്ച് മലയാള വാക്കുകൾക്ക് മാത്രം തുടക്കമാണ്. അതുകൊണ്ട് ഊ തുടങ്ങുന്ന വാക്കുകൾ വളരെ പ്രത്യേകതയുള്ളവയാണെന്ന് കരുതാം. Did you know only a few Malayalam words start with the letter U? That makes words starting with U a bit rare and special. Unal means swing. Una means mean. Uham means guess. Uduga means blowing. കൂട്ടുകാരെ, നമുക്ക് ഊ ഉപയോഗിച്ച് ഒരു വാക്യമുണ്ടാക്കാം. ലെറ്റ്സ് മേക്ക് എ സെന്റൻസ് യൂസിങ് ഊ. കുട്ടികൾ പാർക്കിൽ ഊഞ്ഞാലിൽ കളിച്ചു. The children played on the swing in the park. അടുത്ത അക്ഷരം ഋ. The next letter is ഋ. നിങ്ങൾക്ക് അറിയാമോ, ഋ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ മലയാളത്തിൽ വളരെ കുറവാണ്. ഋഷി, ഋതു പോലുള്ള വാക്കുകൾ സംസ്കൃതത്തിൽ നിന്നാണ് വന്നത്. അതിനാൽ ഋ ഒരു പ്രാചീന സ്വരം ആണെന്ന് പറയാം. Did you know only a few words in Malayalam start with the letter ഋ? Words like rishi, sage, and ritu, season, came from Sanskrit. So ഋ is considered a very ancient vowel. Rishi means sage. Ritu means season. Rishabam means bull. Rinam means debt. കൂട്ടുകാരെ, നമുക്ക് ഋ ഉപയോഗിച്ച് ഒരു വാക്യം ഉണ്ടാക്കാം. ലെറ്റ്സ് മേക്ക് എ സെന്റൻസ് യൂസിങ് ഋ. പണ്ട് കാലത്ത് കാട്ടിൽ ഋഷിമാർ തപസ് ചെയ്തു. ഇൻ ദി ഓൾഡൻ ഡേയ്സ് sages used to meditate in the forest. അടുത്ത അക്ഷരം എ. The next letter is A. നിങ്ങൾക്കറിയാമോ, എ കൊണ്ട് തുടങ്ങുന്ന പല വാക്കുകളും നമ്മുടെ പഠനത്തിലും പ്രകൃതിയിലും കാണാം. എഴുത്ത് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്നു. എലിയും എരുമയും നമുക്ക് ചുറ്റുപാടിൽ കാണാം. Did you know many words that start with A are found in nature and learning? Like എഴുത്ത്, we use it to learn, and eli and eruma are animals we see around us. Eli means mouse. Eruma means buffalo. El means bone. Enna means oil.
കൂട്ടുകാരെ, നമുക്ക് എ ഉപയോഗിച്ച് ഒരു വാക്യമുണ്ടാക്കാം. ലെറ്റ്സ് മേക്ക് എ സെന്റൻസ് യൂസിങ് എ. എലി അരി തിന്നുന്നു. The mouse is eating rice. കൂട്ടുകാരെ, ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? ഫ്രണ്ട്സ്, did everyone understand everything so far? ബാക്കി പാഠം അടുത്ത വീഡിയോയിൽ പഠിക്കാം. We'll learn the rest in the next video. കൂടുതൽ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. For more updates, please subscribe. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം. So friends, see you in the next video. Bye. Please don't forget to hit the subscribe, like, and bell notification buttons for the latest updates.